പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് എന്ന ആപ്ലിക്കേഷൻ, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് കേട്ടോ. എന്തായാലും സെറ്റിംഗ്സ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മൾ സാധാരണ ഫേസ്ബുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂസ് ഫീഡ്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് അൺനെസസറി കണ്ടന്റുകൾ, അതായത് നമുക്ക് അശ്ലീല വീഡിയോകൾ, ഫേക്ക് പേജിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ടാവും. മറ്റുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്കൊരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള കണ്ടന്റുകൾ വരത്തില്ല കേട്ടോ. അശ്ലീല വീഡിയോകൾ, അതുപോലെ പിക്ചറുകൾ ഒന്നും നമ്മുടെ ന്യൂസ് ഫീഡ്സിൽ വരത്തില്ല. അതിനുവേണ്ടിയുള്ള സെറ്റിംഗ്സ് ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ന്യൂസ് ഫീഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ന്യൂസ് ഫീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവുന്നത് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് റെഡ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അൺഒറിജിനൽ കണ്ടന്റ് ആൻഡ് പ്രോബ്ലമാറ്റിക് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതാ ഈ രണ്ടാമതായിട്ട് കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ റെഡ്യൂസ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷനിലായിരിക്കും അതിൽ സാധാരണ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഡിഫാൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ മാറ്റിയതിന് ശേഷം ഇവിടെ താഴെ റെഡ്യൂസ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പോപ്പപ്പ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് അതിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ വായിച്ച് നോക്കി അറിയാൻ പറ്റും കേട്ടോ. നമുക്കതിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അവർ. അതിനുശേഷം നമ്മൾ ഇതിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇത് നമ്മൾ റെഡ്യൂസ് മോർ എന്തായാലും എനേബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും, നമുക്ക് ന്യൂസ് ഫീഡ്സിൽ ഒരു രീതിയിലുള്ള അൺനെസറി നമ്മുടെ അശ്ലീല വീഡിയോകൾ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. എന്തായാലും നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.